വീട്ടിലെ സുഖം ശാശ്വതം എല്ലാം നട്ടയ്ക്ക് അറിയാം. അതുകൊണ്ടാ അത് കിടക്കാത്തെ. അങ്ങനെ സച്ചി രേവതിയും ടെൻ്റൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് അവിടെ ചന്ദ്രനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് രേവതി പറയും, ഇപ്പം സച്ചിൻ്റെ മനസ്സിക്ക് വല്ല പാട്ടും വരുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ. അപ്പം എന്ത് പറ്റി ചോദിക്കുമ്പോൾ, അല്ല പാടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതി സച്ചി പറയും, ഇപ്പോൾ പാട്ടൊന്നും മനസ്സിലേക്ക് വരുന്നില്ല, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് രേവതിയോട് പറയും, ഒരു പാട്ട് ഓർമ്മ വന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, എന്നാൽ പാട് എന്ന് പറയുമ്പോൾ, നിലാവിൻ്റെ നീലഭസ്മ പാട്ട് ഇങ്ങനെ പാടി കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി അവിടെ രവിക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ ഇട്ട് വരികയാണ്. എന്നിട്ട് പാല് കുടിക്കി പറയുമ്പോൾ രവി പറയും, ഞാൻ അതിന് പാല് ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനപ്പം നീ ഇത് കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ, എന്താ ഓർഡർ ചെയ്താൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ, ഇതെന്താ വല്ല ഹോട്ടലാണോ, ഇതാണ്ട് കുടിക്കുന്നു പറയും കേട്ടോ. രവി പറയും, നിനക്ക് എന്തോ എന്നോട് പറയണ്ടല്ലോ, പറയുമെന്ന് പറയും. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും അച്ഛമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അച്ഛന്മാരും, രവി നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ എന്നിങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അമ്മയ്ക്ക് പാല് വേണോ ചോദിക്കുമ്പോൾ, നീ എനിക്ക് പാലൊന്നും തരണ്ട എന്നിങ്ങനെ പറയും. എന്നിട്ട് രവിയോട് പറയും, ഇവിടെ ഒരു റൂമും കൂടിയും പണിയണം, കാരണം സച്ചി രേവതി എപ്പോഴും ടെറസിലും ഹോളിലൊക്കെ ആയിട്ടല്ലേ എടുക്കണേ, അവർക്കൊരു റൂം വേണ്ടേ എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ രവി പറയും, അത് ഞാനും ചിന്തിച്ചത് അതിനെ പറ്റിയിട്ട്, അപ്പോൾ നീ എത്രയും പെട്ടെന്ന് ഒരു റൂമും കൂടി പണിയാൻ നോക്കണം എന്ന് പറയും. അപ്പോൾ രവി പറയും, എന്തായാലും ഒരുമിച്ചെടുക്കൽ നടക്കില്ല, നമുക്ക് മുകളിൽ ഒരു റൂമും കൂടി എടുക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. അന്ന് അങ്ങനെയായാലും മതി പറയുമ്പോൾ ചന്ദ്ര പറയും, ഇവിടെ അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല, അതൊന്നും ശരിയാവില്ല, അതിന് എവിടുന്ന പൈസ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ രവി പറയും കേട്ടോ. എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയും, നിനക്ക് ഇത്തവണ ഞാൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ നിൽക്കണേ എന്നിങ്ങനെ ചോദിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ രവി എല്ലാവരെയും എനിക്ക് വിളിക്കുകയാണ് കേട്ടോ ഹോളിലേക്ക്. എന്നിട്ട് എല്ലാവരും വന്നതിന് ശേഷം പറയും, എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു റൂമും കൂടി പണിയാമെന്ന് വിചാരിക്കണേ, അപ്പം നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പം എല്ലാവരും പറയും, നമ്മുടെ ശ്രുതി പറയും, അയ്യോ ആർക്കാണ് ആ റൂം ഉണ്ടാവുക പണിത് കഴിഞ്ഞാന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ സച്ചി പറയും, ഇപ്പം തന്നെ അവൻ പായം തലോണയായിട്ട് റൂമിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന തോന്നണേ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ ശേഷം എല്ലാവരും പറയും, ഇത് നല്ല ഐഡിയ ആണെങ്കിൽ. വർഷ പറയും, നമുക്ക് പൈസ വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് ചോദിക്കാം, എൻ്റെ അച്ഛൻ ഇവിടെ വേണമെങ്കിൽ ഒരു വീടേ പണിത് വരും എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അതൊന്നും വേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അതിന് സച്ചി രേവതിയും പറയും, ഇപ്പോൾ റൂമൊന്നും പണിയാൻ നിൽക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, കാരണം അച്ഛനിപ്പോൾ ഉള്ളത് പെൻഷൻ കാശാണ്, ആ പൈസ കൊണ്ട് ഇനി വീട് പണിയാൻ നിൽക്കുകയും ലോൺ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സമാധാനം കൂടിയും പോവും. ലോണൊന്നും ഇല്ലാതെ ജീവിക്കുന്നതല്ലേ നല്ലത്, ഇപ്പം തന്നെ അച്ഛന് ഒരുപാട് കടങ്ങളുണ്ട്, ഇനിയും കടത്തിന് മേലെ കട എടുക്കണ്ടെന്നൊക്കെ പറയും. അപ്പം അച്ഛമ്മ പറയും, ഇവർ പറഞ്ഞതിലും കാര്യമുണ്ട്, ഇപ്പം നീ റൂം പണിയാതിരിക്കുന്നതാ നല്ലത് പറയും കേട്ടോ. അപ്പോൾ രവി ചോദിക്കും, അമ്മ പറഞ്ഞിട്ടല്ല ഇപ്പം ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, അതെ പക്ഷെ ഇപ്പോൾ ഇവർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പം നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്താ ഐഡിയ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഈ വീട്ടിൽ 3 റൂമുണ്ട്, അപ്പോൾ രവി നീ ഉപയോഗിക്കുന്ന റൂം നീ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്നോ, ബാക്കി 2 റൂമിൽ ഈ 3 പേരുകളും കൂടിയിട്ട് മാറി മാറി കിടക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവർ പറയും, റൊട്ടേഷൻ പോലെയല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ ആകെ പോകുന്നുണ്ട്, എന്തിനാ അച്ഛമ്മ അങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. എന്നിട്ട് ചന്ദ്ര പറയും, വർഷയും ശ്രുതിയൊക്കെ നല്ല വലിയ വീട്ടിൽ വളർന്ന കുട്ടികളാണ്, അവരെങ്ങനെയാണ് ഹോളിലൊക്കെ കിടക്കുക, അതൊന്നും പറ്റില്ല പറയും. അപ്പോൾ അച്ഛമ്മ പറയും, ഇവിടേക്ക് വന്ന് കയറിയ പെൺകുട്ടികൾ ഇവിടത്തെ പോലെ താമസിക്കേണ്ടത്, എങ്ങനെ ജീവിച്ചിരുന്നതെന്നല്ല അവർ നോക്കേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.